എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു പോളിഷ് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ കടയിൽ വന്ന പോളിഷാണിത്. ഇൻസ്റ്റാ പോളിഷ് എന്നും പറഞ്ഞ് നമ്മുടെ വണ്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പോളിഷാണിത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ഒരു ടൈപ്പ് സ്പോഞ്ചാണ്. സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ഓൾറെഡി പോളിഷ് ഉണ്ട്. നമ്മൾ വണ്ടിയുടെ പോളിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നല്ലതായിട്ട് തുടച്ചിട്ട് ഇതുപോലൊരു ഗ്ലൗസോ, ഇത് കോട്ടൺ ഗ്ലൗസാണ് അല്ലെങ്കിൽ കോട്ടൺ തുണിയോ അങ്ങനെയെല്ലാം വെച്ച് നല്ലതായിട്ട് തുടച്ചിട്ട് നമുക്കിത് പോളിഷ് ചെയ്ത് ഇതിൻ്റെ വില വെറും 25 രൂപയേ ഉള്ളൂ. പക്ഷേ 25 രൂപ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് പോളിഷ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ചിലവാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഷൈനി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ആദ്യം നമ്മൾ ഇപ്പോൾ ഇത് ബുള്ളറ്റ് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ക്ലാരിറ്റി കാണും. എന്നാലും ആദ്യം നമ്മൾ ഇതൊന്ന് കാണിച്ചിട്ട് പിന്നെ ഈ പോളിഷ് കൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ വ്യത്യാസം അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അടുത്തുണ്ടല്ലോ ഇത് കാണിച്ച് ഇതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവിടെ പാടൊക്കെ ഉണ്ട്, ചെറിയ നേടലാണ്. ഇവിടെ നിന്നെടുത്ത് ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് എടുക്കും. എന്തായാലും നല്ല ഇതിപ്പോൾ വണ്ടി കഴുകി കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോളിഷ് ഞാൻ കാണിച്ചു തരാം യൂസ് ചെയ്ത്. വ്യത്യാസം അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്കിത് ഇങ്ങനെ സ്മൂത്തായിട്ട് ചെയ്ത് വിടാം. ഒത്തിരി പ്രസ് ചെയ്താൽ അതിൻ്റെ പോളിഷ് ഒത്തിരി എണ്ണ പോലെ പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പല തവണ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സീറ്റ് കവറേലോ ഹാൻഡിലേലൊന്നും ഇത് തൂക്കരുത്. തൂത്ത് കഴിഞ്ഞാൽ സ്ലിപ്പാവും. അത് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ പോളിഷ് തൂത്ത് വിട്ടിട്ട് നമ്മുടെ ഈ കോട്ടൺ ഗ്ലൗ കൊണ്ടൊന്ന് തൂത്ത് വിട്ടാലും നല്ല ഷൈനി ആയിട്ടിരിക്കും. അപ്പോൾ പൊടിയൊന്നും കയറി പിടിക്കത്തില്ല. ഇത് വെറും 25 രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്നാൽ 25 രൂപ എന്ന് പറഞ്ഞാൽ 250 രൂപയുടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലിയറായിട്ട്. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ കാണാൻ പറ്റും. ഉണ്ടോ? ഈ കുറച്ചുകൂടെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്കിത് കണ്ടോ, ഒരു ചെറുതായിട്ടൊന്ന് നമ്മൾ ഓടിച്ചു വിടുമ്പോൾ തന്നെ നല്ല ഷൈനി ആയിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നതാണ് ഇതെല്ലാം. ഈ ഹോണിൻ്റെ പുറകിൽ കണ്ടോ, കണ്ടോ എത്ര ഷൈനി ആയിട്ടാണ് വരുന്നുണ്ടോ. പിന്നെ നമുക്ക് ഈ മിററിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാം. അത് ഇച്ചിരി ഇതായിട്ടാണ്, മങ്ങലുണ്ട്. അത് ഇത് കണ്ടോണം, കണ്ടോ. ഇതാണ് സാധനം. ഇവിടെ മൾഗാർഡ് ഒന്ന് ചെയ്യാം. മൾഗാർഡ് കുറച്ച് സ്ക്രാച്ചായിട്ടൊക്കെ ഇരിക്കുന്നതാണ്. കണ്ടോ, രണ്ട് സൈഡും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പോളിഷും കൂടെ ഒന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ നല്ല കുട്ടപ്പനായിട്ട് കടന്നോളും. ഇപ്പം നമുക്ക് ആഴ്ചയിൽ 1 or 2 പ്രാവശ്യം ഒരു ബൈക്ക്, ഇത് ഒരു ചെറിയ ഷാമ്പു കൊണ്ട് 3-4 പ്രാവശ്യം നമുക്ക് ബൈക്കൊക്കെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും മേടിച്ച് യൂസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് പോളിഷ് ചെയ്ത് ഇടുന്നതായിരിക്കും. താങ്ക് യു.